നാണുവാശാൻ തനി നാടൻ, അരോഗദൃഢഗാത്രൻ, തീയിൽ കുരുത്തവൻ, അതിനാൽ തന്നെ വെയിലത്ത് വാടാത്തവൻ, നീറ്റിൽ പുളച്ചാലും നീരിറങ്ങാത്തവൻ, കല്ലിലും മുള്ളിലും പാദരക്ഷകൾ പോലും വേണ്ടാതെ ഓടുന്നവൻ. കാലം മാറി, കോലങ്ങളും. ടൗണിൽ തുടങ്ങിയ പുതിയ വ്യാപാര സംരംഭത്തിൽ നിന്ന് മക്കൾ നാണുവാശാന് പുറമോടി കണ്ടു മയങ്ങി ഒരു ജോഡി പാദരക്ഷകൾ വാങ്ങി. അതുകൊണ്ട് തന്നെ പാകം നോക്കിയില്ല. വീട്ടിൽ വന്ന് ചെരുപ്പിടിച്ചു. പാകമല്ല. ഇനി എന്ത് ചെയ്യും? മൂത്തോൻ മന്ത്രിച്ചു. ചെരുപ്പ് കളയാൻ വയ്യ, വില കൊടുത്ത് മേടിച്ചതല്ലേ, എന്നാ പിന്നെ മുറുക്കി തന്നെ. ചെരുപ്പിന് പാകത്തിൽ ആശാൻ്റെ പാദങ്ങൾ മുറിച്ചു. സൂര്യൻ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടുള്ള ഓട്ടം അനുസ്യൂതം തുടർന്നു. ആശാൻ്റെ പാദങ്ങളിലെ വ്രണങ്ങൾ പഴുത്തു, പിന്നെ പുഴുത്തു. ഇപ്പോൾ ആശാനെ കിടപ്പായിട്ടില്ലെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി മക്കൾ നടത്തിക്കുന്നു. വ്രണങ്ങൾ പുറത്തു കാണാതിരിക്കാൻ പൊതിഞ്ഞു കെട്ടിവെച്ച് മക്കൾ പറയും, അച്ഛൻ്റെ കാലിലെ ചെരുപ്പ് എന്ത് ചന്താട്ടോ, ഒന്നാന്തരായിട്ടുണ്ട്. നാണു ആശാനെ ആംഗലേയത്തിൽ എഡ്യൂക്കേഷൻ എന്നോ മറ്റോ ആണ് വിളിക്കാറുള്ളത്.